എങ്ങനെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്? ഞാനിവിടെ ഇഞ്ചി അടിച്ച കറങ്ങിനെ പോലത്തെ അവസ്ഥയാണ്. കാരണം എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് അന്ന് അറിയില്ല. കാരണം ഇനിയിപ്പോൾ 4 ദിവസം കൂടെ ഉള്ളൂ. സോ ഞാൻ എൻ്റെ ഫിസിക്സിൻ്റെ കേസ് പറയുവാണെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ് ഞാൻ 1 ഷോട്ട് കാണും, യൂട്യൂബിലെ 1 ഷോട്ട് കാണും, പ്ലസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇത് കാണും, ക്വസ്റ്റ്യൻസ് പഠിക്കും, രാവിലെ എഴുന്നേറ്റ് ഇത് പഠിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വെച്ച്. അപ്പം ഞാൻ ഈ ഫിസിക്സിന് എനിക്ക് 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്ട് വേഗം ഫിസിക്സ് റിവിഷൻ ചെയ്താൽ മതി. ഏതാ ഡുവൽ നേച്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സെമി കണ്ടക്ടേഴ്സ് ഒന്ന് പഠിച്ചാണ്, ആറ്റംസ് പഠിക്കാനുണ്ട്. സെറ്റത്തെ ഇനിയിപ്പോൾ രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആറ്റംസും ന്യൂക്ലിയയും ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ ഞാനത് ഡുവൽ നേച്ചർ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഡുവൽ നേച്ചർ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാണ് ഫോർ മോഡൽ എക്സാം. ഇനിയിപ്പോൾ എൻ്റെ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ കെമിസ്ട്രി അമൈൻസ് സ്കിപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആൽഡീസ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ബയോമോളിക്യൂൾസ് ഇന്ന് തീർത്തെന്ന് വെച്ചാൽ പകുതിയോളം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് സ്ട്രക്ചറും കാര്യം ഇക്വേഷനൊക്കെ നോക്കാം, റിയാക്ഷൻസ് കാര്യങ്ങൾ നോക്കാറുണ്ട്, പ്രിപ്പറേഷൻ കാര്യങ്ങൾ. ബയോമോളിക്യൂൾസ് അത് അതോട് സെറ്റാക്കാനുള്ള 1 മണിക്കൂറൊക്കെ മാറ്റിക്കാറാണ്. 1 ഷോട്ട് അത് സെറ്റാണ്. പിന്നെ ഡിയാനഫ് ബ്ലോക്ക് വായിക്കാനുണ്ട്. ഡിയാനഫ് ബ്ലോക്കും അതൊക്കെ സെറ്റാണ്. പിന്നെ ഡിയാനഫ് ബ്ലോക്കും ബയോമോളിക്യൂൾസും റിവിഷൻ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്താൽ ഞാൻ അത് സെറ്റ് ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് സെറ്റ് ആക്കണം. ഇൻട്രോ കെമിസ്ട്രിക്കൊക്കെ എക്സാമ്പിൾ ക്വസ്റ്റൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കെമിക്കൽ സയൻസ് എക്സാമ്പിൾ ക്വസ്റ്റൻസ്, ടെക്സ്റ്റ് ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസിനായിട്ട് NCERT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് 90% സിലബസും കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സോ അമൈൻസ് സ്കിപ്പ് ചെയ്യാം. അമൈൻസ് എനിക്ക് വെയിറ്റേജ് ഇല്ലാത്ത ചാപ്റ്ററാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഡുവൽ നേച്ചർ സ്കിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇനി പഠിക്കാനുള്ളൊരു മടി കാരണമാണ് ഞാൻ ഡുവൽ നേച്ചർ സ്കിപ്പ് ചെയ്യുക. കാരണം മോഡൽ എക്സാം ഒത്തിരി സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. കാരണം മോഡൽ എക്സാം നമുക്ക് മോഡൽ അറിയാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ ഒത്തിരി വേറെ ചെയ്യേണ്ട കാര്യമില്ല. മോഡൽ എക്സാമിൻ്റെ ഒരു ഇട്ടാൽ മതി. അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമാണ്. സോ ഇനി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്ന പോലെ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം വിഷയത്തിൻ്റെ 4 ചാപ്റ്റർ പഠിച്ചെങ്കിൽ ആ 4 ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചിട്ട് പോകാം. മോഡൽ എക്സാമാണ്, നിങ്ങൾ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. മോഡൽ എക്സാമിന് പേപ്പർ എനിക്ക് കിട്ടുമോ പോലും സംശയമാണ്. ഞങ്ങളുടെ സ്കൂളായിട്ട് ഇപ്പോൾ തരുമായിരിക്കും, എനിക്കറിയില്ല. സോ നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ മിക്ക സ്കൂളും തരത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേപ്പർ കിട്ടത്തില്ല, നോക്കിയെടുക്കാനുള്ള സമയം ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും അടുപ്പിച്ചാണ് എക്സാം. ഒരു ദിവസം ഒരാഴ്ച ഫുള്ള് അങ്ങനെ പോവാണ്. അടുത്ത ആഴ്ച ഫുള്ള് നിങ്ങൾക്ക് എന്താണ് എക്സാമിൻ്റെ ഒരു മേളയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എക്സാമിന് എഴുതാനുണ്ട്. അപ്പം ഇനി ഞാനൊന്ന് പറഞ്ഞു വെച്ചാൽ സൈലൻറ്റ് ക്ലാസ് 1 ഷോട്ട് കണ്ട് നോക്കാം. 1 ഷോട്ട് കണ്ട് തീർത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ഇപ്പോൾ 2, 3, 4 ആയിക്കോട്ടെ. മാത്സിന് ഇപ്പോൾ നിങ്ങൾ നോക്കിയില്ലെന്ന് വെച്ചാൽ മെട്രിക്സ് ഡിറ്റർമിൻസ്, മൊബിലിറ്റി, മെട്രോളജി, ഇപ്പോൾ 3D, ലീനിയർ പ്രോഗ്രാമിങ്, പിന്നെ എന്താണ് റിലേഷണൽ ഫങ്ഷൻസ്, ട്രൈഗണോമെട്രി, ഇത്ര നോക്കിക്കൊണ്ട് പോവുക. അത് കാരണം പെട്ടെന്ന് തീരുന്ന ചാപ്റ്റേഴ്സാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തീരും. 2 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. കെമിസ്ട്രിയാണ് ടഫ്. കെമിസ്ട്രിയാണ് സീനെങ്കിൽ കെമിസ്ട്രിക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ 2 3 ചാപ്റ്റർ പഠിക്കുക, ഇൻഓർഗാനിക്കായിട്ട് 2 ചാപ്റ്റർ പഠിക്കുക, 4 ഒരു 5 ചാപ്റ്റർ അതിന് പഠിച്ചിട്ട് പോകാം, മോഡൽ എക്സാമിന് പോകാം. കാരണം എനിക്കൊരു സൈലൻറ്റ് ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ്സിലപ്പോൾ പഠിച്ച കോഴ്സ് പഠിക്കുക. സോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മോഡൽ എക്സാം ഒത്തിരി സ്ട്രെസ് ആവേണ്ടതല്ല. മോഡൽ എക്സാം ഒരു 7 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് വണ്ടനെ പോലെ പഠിക്കാം. സ്റ്റഡിയിലേക്ക് മാൻ നമുക്ക് പ്രാന്തനെ പോലെ പഠിക്കുക. കാരണം വെച്ചാൽ നമുക്കപ്പോഴാണ് ജീവനെ ചൂട് വരുത്തുള്ളൂ. മോഡൽ എക്സാം ഒന്നും വലിയ ചൂട് വരുത്തില്ല. പക്ഷേ മോഡൽ എക്സാം പഠിക്കാറാകുമ്പോൾ ഒരു ചൂടാണ്. ആ സമയത്ത് ഒരു വല്ലാത്തൊരു എവിടെ നിന്നാണ് ഭയങ്കര കോൺഫിഡൻസ് അല്ലൊരു പേടി മൂലം അല്ലെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം ഈ വിട്ട ചാപ്റ്റേഴ്സ് ഞാൻ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചു തീർക്കും. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ 2 യൂണിറ്റ് വെച്ച് നാളെ വെച്ച് തീർക്കും. ഹിന്ദിക്ക് ഞാൻ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. സോ ആ സമയത്ത് ഹിന്ദി നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. സോ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇതാക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എവിടം വരെ ആയിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഒരു മോട്ടിവേഷനായി നിങ്ങൾക്ക് എടുക്കാം, എന്ത് പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഇത്രയുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 1K ആണ്. സോ സപ്പോർട്ട് ചെയ്യുക. ബൈ.